ഒറീസയിലെ മയൂർഗഞ്ചിലെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ഭർത്താവ് കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലത്ത് വാഴയും വെച്ചു. ജൂലൈ 19 ഈ സംഭവം. അവിടെ മയൂർഗഞ്ചിലെ ദേബാശിഷ് പാത്ര എന്ന ഒരാൾ വിവാഹം കഴിച്ചു. അയാൾക്ക് 10-25 വയസ്സേ ഉള്ളൂ. ഭാര്യ സൊനാലി ദലാൽ, ഭാര്യയുടെ അമ്മ സുമതി ദലാൽ, അവർക്കും 42-41 വയസ്സേ ഉള്ളൂ. ഭാര്യയായിട്ട് സ്ഥിരം വഴക്കും. കൊച്ചു പയ്യനാണ്, അവർക്കും പ്രായം 21 വയസ്സേ ഉള്ളൂ. അങ്ങനെ വഴക്കുണ്ടാക്കി അധികം നാളായില്ല കല്യാണം കഴിച്ചിട്ട്. ആ പെൺകുട്ടിയിലെ വീട്ടിൽ പോയി. ഇയാൾ അവിടെ പോയി പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ഒരു തീർപ്പ് അവസ്ഥയിൽ വീണ്ടും അവൾ പിണങ്ങിപ്പോയി. മയൂർഗഞ്ച് ഒറീസ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ്. അവിടെ ഒറീസ സംസ്ഥാനത്ത് 30 ജില്ലകളുണ്ട്. വളരെ വിസ്തൃതമായ ജില്ലകളാണ് ഓരോന്നും. ഈ മയൂർഗഞ്ച് തന്നെ മണിപ്പൂർ സ്റ്റേറ്റിൻ്റെ അത്രയും വലിപ്പമുണ്ട് ആ ജില്ലയ്ക്ക്. അപ്പോൾ അവിടുത്തെ കൃഷിയാണ് മെയിനായിട്ട് അവർ കൂടുതലവിടെ നടത്തുന്നത്. ഭാര്യ സൊനാലി ദലാൽ 21 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും ഭർത്താവുമായിട്ട് വഴക്കാണ്. പിണങ്ങി വന്നു, വീട്ടിൽ വന്നു, പിന്നെ വിളിച്ചുകൊണ്ട് പോയി. അവളുടെ വീട്ടിലോട്ട് വീണ്ടും രണ്ടാമത് പിണങ്ങി വന്നു, അമ്മയായിട്ട് താമസിക്കുന്നു. അങ്ങനെ ദേബാശിഷ് പാത്ര അവിടെ പോയി അവരുമായിട്ട് ലോഹ്യം പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ. അതിനുശേഷം രാത്രി ഇയാൾ ഭാര്യയെ തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ച് കൊന്നു. അടുത്ത മുറിയിൽ കിടന്ന ഭാര്യയുടെ അമ്മയും തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ച് കൊന്നു. രണ്ടുപേരെയും കൊലപ്പെടുത്തി. അതിനുശേഷം അവരുടെ വീടിൻ്റെ പുറകുവശത്തുള്ള പറമ്പിൽ ഇയാൾ കുഴിയെടുത്ത് അവിടെ 2 മൃതദേഹങ്ങളും നിക്ഷേപിച്ചു. എന്നിട്ടൊരു ചെറിയ വാഴയും കൂടെ വെച്ച് കൊടുത്തു. 1-2 ദിവസമൊക്കെ അയൽവക്കക്കാർ ഇവരവിടെ പോയി നിൽക്കുമ്പോൾ സമാനം. പിന്നെ ഇയാൾ പറഞ്ഞ് കാണാനില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഭാര്യയുടെ അമ്മയും കാണാനില്ല എന്ന്. അത് പോലീസിന് ചില സംശയങ്ങൾ തുടക്കത്തിൽ തോന്നി. കാരണം വഴക്കുണ്ടായ വിവരങ്ങൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അത് അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അവരും ഒരു സംശയം പറഞ്ഞു. ഇവൻ്റെ വീടിൻ്റെ പുറകെ വശത്ത് അവിടെ കൃഷി സ്ഥലത്ത് ഒരു നാരങ്ങ കൃഷിയാണ് മെയിനായിട്ട് അവിടെ നടത്തുന്നത്. അവിടെ അല്പം മണ്ണ് മാറിക്കിടപ്പുണ്ട്, അവിടെ ഒരു വാഴയും കൂടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വീടിൻ്റെ പിൻവശത്താണ്. ഏതായാലും പോലീസ് അത് സംശയിച്ച് ഇവനെ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഇവൻ ആദ്യം സമ്മതിച്ചില്ല. ആ കുഴിച്ചിട്ട സ്ഥലം മണ്ണ് മാന്തി അതിനുള്ള നീക്കം തന്നപ്പോൾ ഇവൻ പറഞ്ഞ് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. ഏതായാലും മണ്ണ് മാന്തി നോക്കി, അഴുകിയ മൃതദേഹം കുറച്ച് ദിവസമായി അവിടെ കുഴിച്ചിട്ടിട്ട് മുകളിലെ ഒരു വാഴയും വെച്ചിരുന്നു. ഭാര്യയുടെ അമ്മയും കുഴിച്ചിട്ട് അത് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. അത് അവൻ്റെ ബുദ്ധി, അത് നടന്നില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി. അപ്പോഴാണ് തലയ്ക്കുണ്ടായ മാരക മുറിവുകളെ പറ്റി ആ വിവരം ഇയാളോട് ചോദിച്ചപ്പം ഇയാൾ സമ്മതിച്ചു. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പം വലിയ കല്ലുകൊണ്ട് തലക്കിട്ട് ഇടിച്ചാണ് 2 പേരെയും കൊന്നത്. അത്ര വലിയ വൈരാഗ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും പുറത്ത് അവൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവരെ കൊന്നത്? സാമ്പത്തിക പ്രശ്നം തന്നെയാണ് എന്നാണ് വരുന്നത്. എങ്കിലും അതിന് 2 പേരെ കൊല്ലേണ്ട ഒരാവശ്യം, പ്രത്യേകിച്ച് അത്ര വൈരാഗ്യം വരേണ്ട കാര്യം എന്ത്? ഭാര്യയുടെ അമ്മ സുമതി ദലാലിന് ഒരു 40-42 വയസ്സേ ഉള്ളൂ. ഭാര്യയ്ക്ക് 21 വയസ്സേ ഉള്ളൂ. വീടിന് സമയത്ത് മണ്ണിളങ്ങി കിടക്കുന്നത് അത് അയൽവക്കക്കാർക്ക് സംശയം തോന്നിയിട്ടാണ് അവർ പോലീസിൽ ആ വിവരം പറഞ്ഞത്. എന്തായാലും ഇപ്പം അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തലക്കേറ്റത് മാരകമായ പരുക്കാണ് 2 പേരും. അതിൻ്റെ കല്ലുകൊണ്ടാണ് ഇടിച്ചത്. ഏതായാലും ആ കല്ല് ഇപ്പം പോലീസ് കണ്ടെടുത്തു. അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ കേസിൻ്റെ എവിഡൻസിലേക്ക് വേണ്ടി പോലീസ് കോടതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ അയാളെ കസ്റ്റഡി വാങ്ങിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിനുശേഷം അയാളെ ഇപ്പോൾ റിമാൻഡിലാണ്.